ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജനാല് തുറന്ന ഇത്ര വെയിലുണ്ടാവും കേട്ടോ. പിന്നെ നല്ല രസമാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സൂര്യനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അന്ന് കട്ടനും ഒരു ബിസ്ക്കറ്റും ആയിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ആൾക്ക് വന്നപ്പോഴത്തേ ഡയറി മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതും കഴിച്ചു. പിന്നെ ഇന്നതേ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മമ്പയറാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. പിന്നെ ഇത് ഇന്നലെ പെരയിൽ പോയപ്പം അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, അത് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കറി കപ്പ വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിവിടെ കപ്പ പൂള എന്നൊക്കെ പറയും അത്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങനെ റൈസ് കുക്കർക്ക് വെച്ചു. നമ്മൾ കപ്പ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുക്കർക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ആദ്യം ഒരു 2-3-4 വിസിലാക്കിക്കോട്ടെ, കാരണം കപ്പയാണല്ലോ, വേവണമല്ലോ. കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് നമ്മളത് വിസിലാക്കുക. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിലങ്ങനെ പറയണില്ല. അപ്പം അതൊന്ന് കണ്ടു നോക്കട്ടോ, ഒരു വെറൈറ്റി ചിക്കനാണ്. പിന്നെ അതേ നമ്മൾ ആ കപ്പ വെന്തേക്ക് തക്കാളിയും പുളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം ഈ സമയത്തും ഇതിന് മുമ്പും ഒക്കെ ഈ രേണുസുധീൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പം നടക്കുന്നത്. എപ്പം നോക്കിയാലും രേണുസുധിയാണ്, ഫോണൊന്നും തുറക്കാനേ വയ്യ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ കേട്ടിങ്ങനെ നമ്മൾ ഓരോ പണി ഇരിക്കണാണല്ലോ. പണ്ട് പാട്ടായിരുന്നു, ഇപ്പോഴും പാട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയെന്നുള്ളൂ. എന്നൊക്കത്തോ വീഡിയോ ആണ്, എൻ്റെ കണ്ണിൽ കണ്ടത് ഒന്നാണ്. അപ്പം ഞാൻ അങ്ങനെ കേട്ടു എന്നുള്ളൂ. പിന്നെ നമ്മളെ കപ്പ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തേങ്ങ പാർന്നതിലേക്ക് പിന്നത്തെ കടുക് പൊട്ടിക്കണു. കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കറിയും ഏതാണ്ട് അവിടെ സെറ്റാണ്. പിന്നെ ഇതേ ചട്ടി തന്നെ നമുക്ക് നമ്മളെ മമ്പയറും പാടി സെറ്റാക്കി എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ചട്ടി കഴുകണില്ല. പിന്നെ മമ്പയർ ഇത് ഒറ്റ വിസിലാക്കിയാൽ മതി. ഒറ്റ വിസിൽ കാരണം ഒറ്റ വിസിൽ. ഇത് നമ്മൾ മറ്റേ മൈസൂരിലും ഊട്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ മേടിക്കുന്നതാണ്. അവിടുത്തെ മമ്പയറിനും കടലൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ്. നമ്മളെ ഇവിടുത്തെ പോലെ ഭയങ്കര കളറൊന്നുമില്ല, ഭയങ്കര പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഊട്ടിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അധികം വാങ്ങൽ. അപ്പോൾ ഇത് നമ്മളെ മമ്പയർ ഞാനങ്ങനെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും പച്ചമുളകും അതുപോലെ കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് ഇതേ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ സവാള ഇട്ടും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നമ്മൾ മമ്പയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. മമ്പയർ ഒന്ന് അങ്ങോട്ട് ഇതാക്കിയിട്ട് നമ്മളെ തേങ്ങയും കൂടെ ഇടാം, ചതച്ച് തേങ്ങ ഇടുക. നമ്മളെ ഉപ്പേരിയും റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാം. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ, സീ യു.